എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് EVS ക്ലാസ് ആണ് എടുക്കുന്നത്. EVS ക്ലാസ്സില് സ്വാതന്ത്ര്യ സമരത്തിനെ കുറിച്ചുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ കേട്ടു. ദണ്ഡി സമരം, നിസ്സഹകരണ സമരം, ജാലിയൻ വാലാബാഗ് മസാക്കർ, ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹ സമരങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞു. ഇന്ന് നമ്മള് സ്വാതന്ത്ര്യ സമരത്തിനോട് അല്ലെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിനോട് അതിനോട് അടുത്തേക്ക് എത്തുകയാണ്. അതായത് 1942 നടന്ന ക്വിറ്റ് ഇന്ത്യ സമരമാണ് നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോ സ്വാതന്ത്ര്യ സമരങ്ങളൊക്കെ അതായത് ഒരു സൗമ്യമായ രീതിയിലായിരുന്നു അത്രയും നാൾ നടന്നു പോയിരുന്നതെങ്കിൽ ഇനി ഇതുപോരാ, എത്രയും പെട്ടെന്ന് നമുക്ക് സ്വാതന്ത്ര്യം നേടിയെടുക്കണമെന്ന് ഗാന്ധിജിയെ അദ്ദേഹം ആഹ്വാനം ചെയ്യുകയാണ്. അപ്പൊ ഇതിനെ തുടർന്ന് ബോംബെയിൽ നടന്ന സമ്മേളനത്തിന് ജവഹർലാൽ നെഹ്റു ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കുകയാണ്, അവതരിപ്പിക്കുകയാണ്. ക്വിറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ത്യ വിടുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം, ആ മുദ്രാവാക്യം എന്ന് പറയുന്നത്. അതായിരുന്നു ആ ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ പ്രധാന മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ത്യ വിടുക അല്ലെങ്കിൽ ക്വിറ്റ് ഇന്ത്യ. അതിനെ തുടർന്ന് ഈ സമരത്തിന് ക്വിറ്റ് ഇന്ത്യയിലെ ഗാന്ധിജി ആഹ്വാനം ചെയ്തത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ എന്ന ജനങ്ങളോട് അദ്ദേഹം ആഹ്വാനം ചെയ്യുകയാണ്. അപ്പൊ ഈ 1942 ആഗസ്റ്റ് 9 നമ്മൾ ഇന്ന് ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് ആചരിച്ച് വരികയാണ്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ എന്ന് പറയുന്ന ഗാന്ധിജിയുടെ ഈ സമരാഹ്വാനം ജനങ്ങളെ വളരെയധികം ആവേശത്തോടു കൂടി ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. വിദ്യാർത്ഥികളടക്കം ധാരാളം പേര് ഈ സമരത്തിന് മുന്നിട്ടിറങ്ങി. അങ്ങനെ വളരെ ഇത്രയും നാളും നടന്ന സ്വാതന്ത്ര്യ സമരത്തിന് എല്ലാം പിന്നിലാക്കുന്ന തരത്തിലെ ഉഗ്രമായ ഒരു സമരമാണ് ഈ ക്വിറ്റ് ഇന്ത്യ സമരമായിട്ട് നടന്നത് 1942. ഇതേ തുടർന്നാണ് ഈ ആഗസ്റ്റ് 9 നമ്മള് ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് ആചരിക്കുന്നത്. അതുപോലെ തന്നെ ഗാന്ധിജിയുടെ ജന്മദിനമായിട്ടുള്ള ഒക്ടോബർ 2 ഐക്യരാഷ്ട്ര സംഘടന ലോക അഹിംസാ ദിനമായിട്ട് ആചരിക്കുകയാണ് ഉണ്ടായത്. അതായത് ഗാന്ധിജി നമ്മുടെ ഈ ലോകത്തിന് നൽകിയ അഹിംസാ രീതിക്ക് നമ്മൾ നൽകുന്ന ഒരു ബഹുമാനമാണ് ഈ അദ്ദേഹത്തിന്റെ ഈ ജന്മദിനം നമ്മൾ അഹിംസാ ദിനമായിട്ട് ആചരിക്കുന്നത്. ജനുവരി 9 ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ വന്ന ദിവസം പ്രവാസി ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നുണ്ട്. ഗാന്ധിജിയെ പോലെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ പല പ്രമുഖ വ്യക്തികളുമുണ്ട്. ഇപ്പൊ ജവഹർലാൽ നെഹ്റു, സരോജിനി നായിഡു ഒക്കെ നമ്മൾ നേരത്തെ കേട്ടു. അതേപോലെ തന്നെ പ്രമുഖരായിട്ടുള്ള ധാരാളം മഹത് വ്യക്തികള് നമുക്കിനിയും കേൾക്കാനുണ്ട്. നമുക്കൊന്ന് കുറച്ചൊന്ന് അവരെ പറ്റി നമുക്കൊന്ന് കേൾക്കാം. അതിൽ തന്നെ നമുക്ക് ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് അറിയാം. അദ്ദേഹം 1869 നവംബർ 14 ജനിച്ചത്. നമുക്കറിയാം ഈ ദിവസം നവംബർ 14 എന്ന് പറയുന്നത് ശിശുദിനമായിട്ട് നമ്മൾ ആചരിക്കുന്ന ദിവസമാണ്. 1869 നവംബർ 14 അലഹബാദിലാണ് അദ്ദേഹം ജനിച്ചത്. 1919 മുതൽ അദ്ദേഹം സജീവ രാഷ്ട്രീയത്തില് ഇറങ്ങുകയാണ്. അദ്ദേഹം പല കർഷക സമരങ്ങളിലും നേരിട്ട് പങ്കെടുക്കുകയുണ്ടായിട്ടുണ്ട്. 1919 മുതൽ അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ മുഴുകുകയാണ് ഉണ്ടായത്. 1921 മുതൽ 1945 വരെയുള്ള കാലയളവില് അദ്ദേഹം പല ഘട്ടങ്ങളിലായിട്ട് ജയിൽവാസം അനുഭവിക്കുകയുണ്ടായിട്ടുണ്ട്. ഈ സമയത്ത് ആ സമയം അദ്ദേഹം വിനിയോഗിച്ചത് എഴുത്തിനും വായനയ്ക്കും വേണ്ടിയിട്ടാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ജയിൽവാസ സമയത്ത് അദ്ദേഹം എഴുതിയ 2 പ്രധാനപ്പെട്ട കൃതികളാണ് ഇന്ത്യയെ കണ്ടെത്തൽ, അത് അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്, അതേപോലെ വിശ്വചരിത്രാവലോകനം. ഈ 2 കൃതികളും അദ്ദേഹം ഈ സമയത്ത് എഴുതിയതാണ്. 1947 ആഗസ്റ്റ് 14 അർദ്ധരാത്രി ഇന്ത്യ സ്വതന്ത്രമായി എന്ന് പ്രഖ്യാപിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. 1964 മെയ് 27 അദ്ദേഹം അന്ത്യശ്വാസം വലിക്കും വരെ അദ്ദേഹമായിരുന്നു നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയും ജവഹർലാൽ നെഹ്റു ആണ്. 1964 മെയ് 27 വരെ അദ്ദേഹം ആ പദവിയില് തുടർന്നു. അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് നമ്മള് നവംബർ 14 ശിശുദിനമായിട്ട് ആചരിക്കുന്നത്. അടുത്ത നമ്മള് പരിചയപ്പെടുന്ന വ്യക്തി സർദാർ വല്ലഭായ് പട്ടേലാണ്. അദ്ദേഹം 1875 ഒക്ടോബർ 31 ജനിച്ചത്. ഗാന്ധിജിയോടൊപ്പം ഖേഡ സമരത്തിലും
അഹമ്മദാബാദ് തുണിമിൽ സമരത്തിലൊക്കെ അദ്ദേഹം നേതൃത്വം ഗാന്ധിജിയോടൊപ്പം നിന്ന് മുഖ്യ സ്ഥാനം വഹിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം. ബർദോളിയിൽ നടന്ന സമരത്തിൽ അദ്ദേഹത്തിന്റെ ധൈര്യവും നേതൃപാടവവും കണ്ട് ഗാന്ധിജി അദ്ദേഹത്തിന് നൽകിയ പേരാണ് സർദാർ എന്ന പദവി ഗാന്ധിജി അദ്ദേഹത്തിന് നൽകി. നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന ഇദ്ദേഹം 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിന് അറസ്റ്റ് ചെയ്ത് 1945 വരെ ജയിലിലായിരുന്നു. 1945 ജൂണിലാണ് അദ്ദേഹം ജയിൽ മോചിതനായത്. 1980 ഇദ്ദേഹം അന്തരിച്ചു. 1980 ഡിസംബർ 15 ഇദ്ദേഹം അന്തരിച്ചു. അടുത്തത് നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ വീരനായകന്മാരിൽ ഒരാളായ സുഭാഷ് ചന്ദ്രബോസ് ആണ്. അദ്ദേഹം 1897 ജനുവരി 23 കൽക്കത്തയിൽ ജനിച്ചു. അദ്ദേഹത്തിന് ICS പാസ്സായിട്ട് അദ്ദേഹത്തിന് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കീഴിൽ ജോലി ചെയ്യാനായിട്ട് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. രാജ്യത്തിന്റെ മോചനത്തിന് വേണ്ടി സ്വയം സമർപ്പിക്കാനാണ് അദ്ദേഹം തീരുമാനിച്ചത്. 1941 ഇന്ത്യ വിടുന്നത് വരെ 20 വർഷം 11 തവണ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 1938 കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ട് അദ്ദേഹം തെരഞ്ഞെടുത്തു. പിന്നീട് ആ സ്ഥാനം രാജിവെച്ച് അദ്ദേഹം ഫോർവേഡ് ബ്ലോക്ക് എന്ന പുതിയ പാർട്ടി രൂപീകരിച്ചു. എന്താണ് ഫോർവേഡ് ബ്ലോക്ക്? പിന്നീട് അദ്ദേഹം 1941 തടവിലാക്കി. ജനുവരിയിൽ അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് രക്ഷപ്പെട്ട് കാബൂൾ വഴി ബെർലിനിലെത്തി. ഈ ജർമ്മനിയിലെ തടവുകാരായി പിടിച്ച ഇന്ത്യൻ വംശജരെ ചേർത്ത് അദ്ദേഹം ഇന്ത്യൻ ലീജിയൻ എന്ന സൈനിക ഘടകത്തിന് രൂപം നൽകി. പിന്നീട് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിന്റെയും INA നേതൃത്വം സുഭാഷ് ഏറ്റെടുത്തു. ബ്രിട്ടനോട് യുദ്ധം പ്രഖ്യാപിച്ച് ഇന്ത്യയെ മോചിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് INA ഇന്ത്യയിലേക്ക് മാർച്ച് ചെയ്തു. ഗോപാലകൃഷ്ണ ഗോഖലെ. അടുത്തത് നമ്മൾ പരിചയപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയെ കുറിച്ചാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയും സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ സ്ഥാപകനുമാണ് ഇദ്ദേഹം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ മിതവാദി നേതാക്കളിൽ ഒരാളുമായിരുന്നു ഗോഖലെ. 1866 മെയ് 9 മഹാരാഷ്ട്രയിൽ ജനിച്ചു. ബംഗാൾ വിഭജനത്തിനെതിരെയുള്ള ഇന്ത്യൻ പ്രതിഷേധം ബ്രിട്ടീഷുകാരെ അറിയിക്കാൻ നിയോഗിക്കപ്പെട്ടവരിൽ അദ്ദേഹം ഉൾപ്പെടുന്നു. ജാതി സമ്പ്രദായം, അയിത്തം തുടങ്ങിയവയ്ക്കെതിരെ അദ്ദേഹം പോരാടി. 1915 ഫെബ്രുവരി 19 അദ്ദേഹം അന്തരിച്ചു. തുടർന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബാലഗംഗാധര തിലക്. സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ് എന്ന് പ്രഖ്യാപിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ലോകമാന്യ എന്നറിയപ്പെടുന്ന ബാലഗംഗാധര തിലക്. 1853 ജൂലൈ 23 ജനിച്ചത്. മറാത്ത, കേസരി എന്നീ പത്രങ്ങളിലൂടെ അദ്ദേഹം വിദേശാധിപത്യത്തിനെതിരെയുള്ള ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചു. അദ്ദേഹത്തോടൊപ്പം സ്വാതന്ത്ര്യ സമര രംഗത്ത് പ്രവർത്തിച്ചിരുന്ന ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ എന്നിവർ ലാൽ ബാൽ പാൽ എന്നീ പേരുകളിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അറിയപ്പെട്ടിരുന്നു. 1920 ഓഗസ്റ്റ് 1 ബാലഗംഗാധര തിലക് അന്തരിച്ചു. അടുത്ത് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഭഗത് സിംഗ് ആണ്. 1907 സെപ്റ്റംബർ 28 പഞ്ചാബിലെ ലാൽപൂർ ജില്ലയിലെ ബംഗ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന്റെ കൂട്ടുകാർ എന്ന് പറയുന്നത് പുസ്തകങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന കൂട്ടുകാര്. ഏതു സമയത്തും കയ്യിലൊരു പുസ്തകം ഉണ്ടാകും. സഞ്ചരിക്കുന്ന ലൈബ്രറി എന്നാണ് സഹപ്രവർത്തകർ ഭഗത് സിംഗിനെ വിശേഷിപ്പിച്ചിരുന്നത്. 1925 ഭഗത് സിംഗ് മുൻകൈയെടുത്ത് രൂപം നൽകിയ സംഘടനയാണ് പഞ്ചാബ് നവജവാൻ ഭാരത് സഭ. അസംബ്ലിയിൽ ബോംബെറിഞ്ഞ കേസിൽ ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവർ ഉൾപ്പെടെ ഏതാനും വിപ്ലവകാരികളെ പ്രതി ചേർത്തു. ലാഹോർ ഗൂഢാലോചന കേസ് എന്ന ഒരു കേസ് കെട്ടിച്ചമച്ച് 3 പേരെയും വധശിക്ഷയ്ക്ക് വിധിച്ചു. 1931 മാർച്ച് 23 ലാഹോർ സെൻട്രൽ ജയിലിൽ വെച്ച് 3 തൂക്കിലേറ്റി. മരണത്തിലേക്ക് പുഞ്ചിരിയോടെയാണ് ആ ധീര യോദ്ധാവ് നടന്ന് നീങ്ങിയത്. അടുത്തത് നമ്മൾ പരിചയപ്പെടുന്നത് സരോജിനി നായിഡു ആണ്. പ്രശസ്ത കവയത്രി, സ്വാതന്ത്ര്യ സമര പോരാളി എന്നീ നിലകളിൽ പ്രസിദ്ധയായ സരോജിനി നായിഡു 1879 ഫെബ്രുവരി 19 ഹൈദരാബാദിൽ ജനിച്ചു. സ്ത്രീകളുടെ ക്ഷേമത്തിനായി പ്രവർത്തിച്ച അവർ പല വനിതാ പ്രസ്ഥാനങ്ങളിലും സജീവമായി പങ്കുകൊണ്ടു. 1925 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇന്ത്യക്കാരിയായ പ്രഥമ വനിതാ അധ്യക്ഷയായി.
സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണറും കൂടിയാണ് സരോജിനി നായിഡു. ഗാന്ധിജിയുടെ വിശ്വസ്ത സേവകയായിരുന്ന അവർ ഉപ്പു സത്യാഗ്രഹത്തിലും ക്വിറ്റ് ഇന്ത്യ സമരത്തിലും പങ്കെടുത്ത് അറസ്റ്റ് വരിച്ചു. അനുഗ്രഹീത കവയിത്രിയായിരുന്ന സരോജിനി നായിഡു ഏഷ്യയിലെ വാനമ്പാടി എന്നും ഇന്ത്യയുടെ പൂങ്കുയിൽ എന്നും അറിയപ്പെടുന്നു. 1949 മാർച്ചിൽ ലക്നൌവിൽ അന്തരിച്ചു. നമ്മൾ പരിചയപ്പെടുന്നത് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ഖാൻ അബ്ദുൽ ഗാഫർ ഖാനെ കുറിച്ചാണ്. അദ്ദേഹം 1890 ജനിച്ചത്. ഇന്ത്യൻ പട്ടാളത്തിൽ ജോലി ലഭിച്ചെങ്കിലും അത് ഉപേക്ഷിച്ച് ഖിലാഫത്ത് പ്രസ്ഥാനത്തിലൂടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണിയിലേക്ക് വന്നു. ഗാന്ധിജിയുടെ അടുത്ത പ്രവർത്തകനായിരുന്ന ഗാഫർ ഖാൻ പലതവണ അറസ്റ്റ് ചെയ്യപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്തു. 1930 അദ്ദേഹം ഖുദായ് ഖിദ്മത്ഗാർ എന്ന സംഘടനയ്ക്ക് രൂപം നൽകി. ചെമന്ന കുപ്പായമായിരുന്നു അവരുടെ യൂണിഫോം. അതുകൊണ്ട് ചെങ്കുപ്പായക്കാരുടെ സേന എന്നാണ് അറിയപ്പെടുന്നത്. 1930 പെഷവാർ പ്രവിശ്യയിൽ ക്വിറ്റ് ഇന്ത്യ സമരം നയിച്ചതും ഗാഫർ ഖാൻ ആയിരുന്നു. 1942 അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് 3 വർഷത്തെ തടവിന് ശിക്ഷിച്ചു. 1988 ജനുവരി 20 അദ്ദേഹം അന്തരിച്ചു. അടുത്തത് നമ്മൾ പരിചയപ്പെടുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ബീഹാറിലെ സരൺ ജില്ലയിൽ 1884 ഡിസംബർ 3 ജനിച്ചത്. 1916 കോൺഗ്രസിലൂടെ സമരരംഗത്തേക്ക് പ്രവേശിച്ചു. ഗാന്ധിജിയുടെ വിശ്വസ്ത ശിഷ്യനായി തീർന്ന രാജേന്ദ്ര പ്രസാദ് ചമ്പാരൻ സമരം, നിസ്സഹകരണ പ്രക്ഷോഭം എന്നിവയിൽ സജീവമായി പങ്കെടുത്തു. 1934 ബീഹാറിലുണ്ടായ ഭൂകമ്പത്തെ തുടർന്നുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകി. ഈ വർഷം തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി. 1946 രൂപീകരിച്ച ഇടക്കാല ഗവൺമെന്റിൽ ഭക്ഷ്യവകുപ്പ് മന്ത്രിയായിരുന്നു. സ്വതന്ത്ര ഭാരതത്തിന്റെ ആദ്യത്തെ രാഷ്ട്രപതിയായ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന് 1962 ഭാരതരത്ന നൽകി ആദരിച്ചു. ലളിത ജീവിതം നയിച്ചിരുന്ന അദ്ദേഹം 1963 ഫെബ്രുവരി 28 അന്തരിച്ചു. അടുത്ത നമ്മൾ പരിചയപ്പെടുന്നത് അബ്ദുൽ കലാം ആസാദ് ആണ്. ദേശീയ പ്രസ്ഥാനത്തിലെ സമുന്നത നേതാവും സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുമായിരുന്ന അബ്ദുൽ കലാം ആസാദ് 1888 നവംബർ 11 മെക്കയിൽ ജനിച്ചു. മാതാപിതാക്കൾ അദ്ദേഹത്തിന് നൽകിയ പേര് ഫൈറോസ് ഭക്ത് എന്നായിരുന്നു. മുഹിയുദ്ദീൻ അഹമ്മദ് എന്ന ഓമന പേരാണ് കുട്ടിയെ വിളിക്കാൻ അവർ ഉപയോഗിച്ചിരുന്നത്. അബ്ദുൽ കലാം ആസാദ് എന്നത് അദ്ദേഹം പിൽക്കാലത്ത് സ്വീകരിച്ച താൽക്കാലിക നാമമാണ്. 1905 ബംഗാൾ വിഭജനത്തിനോടനുബന്ധിച്ച് നടന്ന പ്രക്ഷോഭങ്ങളിൽ സജീവമായി പങ്കെടുത്തു. ജനരാഗ് ഇ അലാം എന്ന പത്രത്തിന്റെ പത്രാധിപ സ്ഥാനം ഏറ്റെടുത്ത അബ്ദുൽ കലാം ആസാദ് കുറച്ചു കാലത്തിന് ശേഷം സത്യത്തിന്റെ ജിഹ്വ എന്നർത്ഥം വരുന്ന ലീസാനുൻ സിദോ എന്ന പത്രം സ്വന്തമായി ആരംഭിച്ചു. 1912 സർക്കാരിനെതിരെയുള്ള ആശയങ്ങൾ പ്രചരിപ്പിച്ചതിനാൽ ഗവൺമെന്റ് ഈ വാരിക നിരോധിച്ചു. അതിനെ തുടർന്ന് അൽ ബലാഗ് എന്ന പേരിൽ മറ്റൊരു വാരിക ആരംഭിച്ചു. ഈ വാരികയും ഗവൺമെന്റ് നിരോധിച്ചു. നിസ്സഹകരണ സമരത്തിലും ഖിലാഫത്ത് പ്രസ്ഥാനത്തിലും സജീവമായി പങ്കെടുത്ത അദ്ദേഹം പലതവണ ജയിൽ ശിക്ഷ അനുഭവിച്ചു. 1947 ആഗസ്റ്റിൽ നെഹ്റു മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ മന്ത്രിയായി ചുമതലയേറ്റ അബ്ദുൽ കലാം ആസാദ് മരണം വരെ ആ ചുമതലയിൽ തുടർന്നു. 1958 ഫെബ്രുവരി 22 അന്തരിച്ചു. അപ്പൊ ഇതുപോലെ നമ്മളിപ്പോ കേട്ട നിരവധി സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ച് നമ്മൾ കേട്ടു. ഇവരുടെ എല്ലാം വളരെയധികം ഉള്ള കഷ്ടപ്പാടുകളുടെയും ശ്രമങ്ങളുടെയും ഫലമായിട്ട് 1947 ആഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രയായി. ഈ പ്രഖ്യാപനം, ഇന്ത്യ സ്വതന്ത്രമായി എന്ന പ്രഖ്യാപനം നടത്തിയത് 1947 ആഗസ്റ്റ് 14 അർദ്ധരാത്രി ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യയെ അഭിസംബോധന ചെയ്ത് ഇന്ത്യ സ്വതന്ത്രയായി എന്ന് പറഞ്ഞത്. അദ്ദേഹമാണ് ആദ്യമായിട്ട് ഈ കാര്യം ഇന്ത്യൻ ജനതയെ അറിയിച്ചത്. അപ്പൊ ഇത്തരം സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ത്യാഗപൂർണമായ ജീവിതമാണ് നാം ഇന്ന് ആഗ്രഹിക്കുന്ന ഇന്ത്യയിലേക്ക് നമ്മുടെ ഇന്ത്യയെ എത്തിച്ചത്. അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഈ ചാപ്റ്റർ സ്വാതന്ത്ര്യത്തിലേക്ക് എന്നുള്ള ഈ ചാപ്റ്റർ നമ്മുടെ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ നമുക്കിനി അടുത്ത പാഠത്തില് പുതിയ പാഠവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.